ഹലോ ഗൈസ്, ഇത് നമ്മുടെ ഒരു ഹോം സ്റ്റുഡിയോ ആണ്. അപ്പം ഇവിടെയാണ് ഇന്നത്തെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി നമുക്ക് അടിപൊളിയാക്കി ഒരു ഷൂട്ടിംഗ് പ്ലേസ് ആക്കി എടുക്കാം. ഓക്കെ. നമ്മളിന്ന് ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഷൂട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്. പ്രൊഡക്റ്റ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് ഷൂട്ട് എടുക്കുമ്പോൾ അതിലെ പ്രോപ്പർട്ടി കുറച്ചൊന്ന് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ പ്രോപ്പർട്ടി ആയിട്ട് സംഭവം സെറ്റാക്കാം. ഫസ്റ്റ് കുറച്ച് റോപ്സ് എടുക്കുന്നുണ്ട്. അത് നല്ല നോക്കി എടുക്കും. കാരണം വെള്ളത്തിൽ പ്രോപ്പർട്ടി വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇത് വേണം. അപ്പോഴത്തേക്കും ജസ്റ്റ് ഓക്കെ അതങ്ങ് വെച്ചായിരുന്നു. അപ്പോൾ അതങ്ങ് അത്യാവശ്യം മുങ്ങിപ്പോയി. അപ്പം അടുത്ത് ഒന്നുകൂടി എടുക്കാം. അത്യാവശ്യം ഡാർക്കായിട്ടുള്ള കളറാണ് ഇത്. വെള്ളത്തിൽ മുങ്ങുമ്പോഴത്തേക്കും നല്ല ഡാർക്കായിട്ടുണ്ട്. ഓക്കെ. അപ്പം അടുത്ത പ്രോപ്പർട്ടി നമ്മളിങ്ങനെ അറേഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ബേസിനാണ് കയ്യിലുള്ളത്. അപ്പോൾ അതിനകത്താണ് വെള്ളം നിറച്ചിട്ടാണ് ഒരു സംഭവം. നോക്കി വെക്കാം എത്രത്തോളം സക്സസ് ആവും. അടുത്ത ഒരു കല്ലെടുത്തായിരുന്നു. അപ്പോൾ അതിങ്ങനെ അടുത്തോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ. കാരണം പ്രോപ്പർട്ടി നമ്മളിൽ താഴേന്ന് വീഴാൻ പാടില്ലല്ലോ. അപ്പോൾ ആ കണക്കിന് സംഭവം സെറ്റ് ചെയ്ത് വയ്ക്കണം ഉറപ്പായിട്ടും. അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചോളണം അത് വീഴാതെ. വീണ്ടും ഓക്കെ. വീണ്ടും ബോക്സ് വെച്ച് അപ്പോൾ അങ്ങനെ കുറച്ച് ബോക്സ് ഫുള്ളും ആഡ് ചെയ്തിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രോപ്പർട്ടി എങ്ങനെ അവിടെ സൂറ്റബിൾ ആയിരിക്കും നോക്കാം. ഒരു സ്പ്രേ ആണ്. ഓക്കെ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ സൂട്ടാണെന്ന് നോക്കാം. ഓക്കെ, ലിസ്റ്റോടെ അക്ഷരം അറേഞ്ച് വെച്ചിട്ടുണ്ട്. ലിസ്റ്റുകളൊന്ന്
ഓക്കെ അങ്ങനെ സെറ്റായി. അപ്പോൾ നമുക്കിനി ഷൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ നമ്മളിപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നൊക്കെ എടുത്ത് നോക്കാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്, എല്ലാം കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ ഇതിപ്പോൾ കറക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഷട്ടർ ഒരു 200 പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്രോച്ചർ ഒരു 4 വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ISO ജസ്റ്റ് ഒന്ന് 800 ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് എടുത്ത് നോക്കാം. ഓക്കെ അത് ഭയങ്കരത്ത് ആ ഫോട്ടോ അത്രയും സെറ്റായില്ല. അപ്പോൾ നമുക്ക് അടുത്ത് വീണ്ടും ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ISO ഒരു 125 വെച്ചിട്ടുണ്ട്. അപ്പോൾ ISO 125 വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ അത് വീണ്ടും ഒരിടത്ത് പോയി നമുക്ക് വീണ്ടും ജസ്റ്റ് ഒന്ന് അമ്പർല മാറ്റി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കി നോക്കാം. അമ്പർല മാറ്റി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കി നോക്കാം എങ്ങനെ അത് വരുമോ നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഷൂട്ടിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജാണിത്. അപ്പോൾ ഞാനാണെങ്കിൽ ഫസ്റ്റ് ഇതിലേക്കും ഒരു വാട്ടർ മാത്രം ഒഴിച്ചിട്ടാണ് സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെയ്തിട്ടപ്പോഴത്തേക്കും ഒരുപാട് റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് അത്ര ഒരു തൃപ്തിയായിട്ട് തോന്നിയില്ല. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഇതിനൊന്ന് മാറ്റിയിട്ട് ഒരു ബ്ലാക്ക് ക്ലോത്ത് ഇങ്ങനെ വിരിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ പ്രോപ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ഉറപ്പായിട്ടും ആ റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ ഒഴിവായി. പിന്നെ നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. പിന്നെ ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം പവർ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് മാക്സിമം ഒരു 8 വെച്ചിട്ടുണ്ട്. അതും കുറച്ച് ലൈറ്റാണ്, ഒരു 8 വെച്ചിട്ടുണ്ട്. അപ്പം ഈ ലൈറ്റ് ഞാൻ കാണിച്ചുതരാം. ഓക്കെ അതൊരു 1.2 വെച്ചിട്ടുണ്ട്. 1.2 ഈ ലൈറ്റ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ലൈറ്റ് വെച്ചിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും വെച്ചിട്ടുള്ള മാക്സിമം പവർ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് റിഫ്ലക്ഷൻ അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു അറിയാൻ വേണ്ടിയിട്ടുണ്ട്. ചെറിയ റിഫ്ലക്ഷൻ മതിയായിരിക്കും നമുക്ക് വെള്ളത്തിലോട്ട് വരുമ്പോഴത്തേക്കും. ഞാനും ഫസ്റ്റ് വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാർഡായിട്ട് ലൈറ്റ് കൊടുത്താലേ ബാക്കിൽ നിന്നുള്ള റിഫ്ലക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ലൈറ്റ് അല്ല അതിൽ വേണ്ടത്. ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ലൈറ്റ് മതിയായിരിക്കും, ചെറിയൊരു ഫില്ലിംഗ് പോലെ ചെറിയ ലൈറ്റ് മതിയായിരിക്കും. അപ്പം അങ്ങനെ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. ഇവിടെ ഈ ലൈറ്റ് ഫ്രണ്ട് ലൈറ്റ് അത്യാവശ്യം, അതായത് നമ്മളെ ഫിൽ ലൈറ്റ് അത്യാവശ്യം നന്നായിട്ട് ഹാർഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളെ പ്രോഡക്റ്റ് നല്ലൊരു കാണിച്ചിട്ട് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല ഫില്ലായിട്ട് ബാക്ക് ജസ്റ്റ് ഒരു ലൈറ്റ് വരുന്നത് പോലെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തോന്ന് പറയാം, നമുക്ക് അത്യാവശ്യം നല്ലൊരു ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട് ഉറപ്പായിട്ട് കിട്ടും. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.